ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ രണ്ടിടത്തായി ഉണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. മൂരിയാടും രാമനാട്ടുകരയിലുമാണ് തീപിടുത്തങ്ങൾ ഉണ്ടായത്. കോഴിക്കോട് നഗരത്തിൽ വൻ രാസലഹരി വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 1 കിലോയിലധികം വരുന്ന MDMA ഡാൻസ് ഓഫ് സംഘം പിടികൂടി. തുടർച്ചയായ ദിവസങ്ങളിൽ വേനൽ മഴ പെയ്തതോടെ പൊള്ളലകന്ന ജില്ല. തളി മഹാകുംഭാഭിഷേകം മഹായജ്ഞത്തിന്റെ ഭാഗമായി സ്തോത്ര ത്രിവേണി പാരായണം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് മൂരിയാട് നാരകശ്ശേരി പടന്നയിൽ ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രങ്ങളിൽ വലിയ തീപിടുത്തം. ഞായറാഴ്ച രാത്രിയോടെ ശാസ്ത ടിമ്പേഴ്സിനും സമീപത്തെ മറ്റ് നിർമ്മാണ കേന്ദ്രങ്ങൾക്കുമാണ് തീപിടിച്ചത്. ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രങ്ങളിലെ ഭൂരിഭാഗം ഫർണിച്ചറുകളും വില കൂടിയ മര ഉരുപ്പടികളും യന്ത്രങ്ങളും തീപിടുത്തത്തിൽ കത്തിനശിച്ചു. മീഞ്ചന്ത അഗ്നിരക്ഷാ നിലയത്തിലെ 3 യൂണിറ്റും ബീച്ച് നിലയത്തിലെ 1 യൂണിറ്റും അടങ്ങിയ സേനാംഗങ്ങൾ 1 മണിക്കൂറിലധികം സമയമെടുത്താണ് തീ അണച്ചത്. തീ അണച്ചതിന് ശേഷവും ഏറെ നേരം വെള്ളം ചീറ്റിച്ചാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. കാളൂർ റോഡ് സ്വദേശി തിരുത്തിക്കുന്നത്ത് ശിവന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ശാസ്ത ടിമ്പേഴ്സ്. ഇതിന്റെ സമീപത്തുള്ള രാജൻ, ചന്ദ്രൻ, വേങ്ങേരി സ്വദേശി P സാഹിർ എന്നിവരുടെ നിർമ്മാണ കേന്ദ്രങ്ങളും പൂർണ്ണമായി അഗ്നിക്കിരയായി. പണിതുകൊണ്ടിരിക്കുന്നതും നിർമ്മാണം പൂർത്തിയായതുമായ ഒട്ടേറെ ഫർണിച്ചർ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് താഹിർ പറഞ്ഞു. ചന്ദ്രൻ എന്നയാളുടെ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നാണ് തീ പടർന്നു തുടങ്ങിയതെന്നും തീ കണ്ടതോടെ നാട്ടുകാർ അഗ്നിരക്ഷാ സേനയെയും പോലീസിനെയും KSEBയെയും വിവരമറിയിച്ചെന്നും പ്രദേശവാസിയായ PP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 6 വരെ ഇവിടെ ജോലിക്കാരുണ്ടായിരുന്നതായാണ് വിവരം. സമീപത്ത് വേറെയും ഒട്ടേറെ ഫർണിച്ചർ നിർമ്മാണശാലകൾ ഉണ്ടായിരുന്നുവെങ്കിലും നാട്ടുകാരുടെയും അഗ്നിരക്ഷാ സേനയുടെയും ഇടപെടൽ കാരണം കൂടുതൽ ഭാഗത്തേക്ക് തീ പടർന്നില്ല. കോഴിക്കോട് സൗത്ത് മണ്ഡലം നിയുക്ത MLA VK ഫൈസൽ ബാബു സംഭവ സ്ഥലത്തെത്തി ഉടമകളുമായി സംസാരിച്ചു. മീഞ്ചന്ത അഗ്നിരക്ഷാ നിലയത്തിലെ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർമാരായ E ഷിഹാബുദ്ദീൻ, W സനൽ, ബീച്ച് നിലയത്തിലെ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസറായ കലാധരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാമനാട്ടുകര അങ്ങാടിയിൽ എയർപോർട്ട് റോഡിൽ ഖാദി ഷോറൂമിന് സമീപത്തെ പെയിന്റ് കടയിൽ വൻ തീപിടുത്തം. ഏഷ്യൻ പെയിന്റ്സിന്റെ കമ്പനി ഔട്ട്ലെറ്റായ ഇന്ത്യൻ അസോസിയേറ്റ്സ് കളർ വേൾഡ് ഷോറൂമിലാണ് ഞായറാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത്. പെയിന്റ് കടയുടെ തൊട്ടടുത്തുള്ള ചെരുപ്പ് കട ഉടമ മജീദാണ് പെയിന്റ് കടയിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. ഞായറാഴ്ച രാവിലെ കുറച്ചു സമയം കട തുറന്ന ശേഷം ഉടമയായ മണ്ണൂർ മാമ്പയിൽ നസീറിന്റെ സഹോദരൻ അഷറഫ് കട പൂട്ടിപ്പോയതായിരുന്നു. പരിസരത്തു നിന്നുള്ള മറ്റ് കടക്കാർ വിവരം നൽകിയതിനു ശേഷമാണ് അഷറഫ് സ്ഥലത്തെത്തിയത്. മീഞ്ചന്ത ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ സനലിന്റെ നേതൃത്വത്തിൽ 3 യൂണിറ്റ് അഗ്നിരക്ഷാ സേന ആദ്യമെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. എന്നാൽ 1.5 മണിക്കൂറോളം ശ്രമിച്ചിട്ടും തീ നിയന്ത്രണ വിധേയമാകാത്തതിനെ തുടർന്ന് ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നും 4മതൊരു വണ്ടി കൂടി വന്നതിനു ശേഷമാണ് തീ അണയ്ക്കാനായത്. വേഗത്തിൽ തീ പിടിക്കുന്ന പെയിന്റും PVCയുടെ പ്ലംബിംഗ് വസ്തുക്കളുമായിരുന്നു കടയിലുണ്ടായിരുന്നത്. 3 നിലയുള്ള കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്നാണ് ആദ്യം പുക ഉയരുന്നത് കണ്ടത്. കട ഉടമയുടെ കാർ വിറ്റ തുകയും പെയിന്റ് വിറ്റ തുകയും അടക്കം 9.35 ലക്ഷം രൂപ കടയിൽ സൂക്ഷിച്ചിരുന്നു. ഇത് പൂർണ്ണമായും കത്തിപ്പോയി. 1.5 കോടി രൂപയുടെ പെയിന്റും PVC പ്ലാസ്റ്റിക് സാധനങ്ങളും കടയിൽ ഉണ്ടായിരുന്നതായി ഉടമയുടെ സഹോദരൻ അഷറഫ് പറഞ്ഞു. കടയിലെ ഫർണിച്ചറുകളും തീപിടുത്തത്തിൽ കത്തിയിട്ടുണ്ട്. ഫറോക്ക് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ
എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസും രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ കല്ലട മുഹമ്മദ് അലിയും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. കോഴിക്കോട് നഗരത്തിൽ രാസലഹരി വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 1 കിലോയിലധികം വരുന്ന MDMA ഡാൻസ് ഓഫ് സംഘമാണ് പിടികൂടിയത്. കോഴിക്കോട് നഗരത്തിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ രാസലഹരി വേട്ടയിൽ 1 കിലോയിലധികം MDMAയുമായി 3 പേർ പിടിയിലായി. കോഴിക്കോട് പന്തീരാങ്കാവ് സർവീസ് റോഡിൽ വെച്ച് പുലർച്ചെ 6 മണിയോടെയാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ ടൊയോട്ട കൊറോള കാറിലാണ് MDA കടത്തിയത്. പിടിക്കപ്പെട്ട അദിൽ ഷാൻ MDMA കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തുടർച്ചയായ ദിവസങ്ങളിൽ വേനൽ മഴ പെയ്തതോടെ പൊള്ളലകന്ന് ജില്ല. വൈകി വന്ന വേനൽ മഴ കടുത്ത ചൂടിന് ആശ്വാസവും കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതീക്ഷയും നൽകുകയാണ്. ഉച്ച കഴിഞ്ഞുള്ള മഴ മലയോര മേഖലകളിലാണ് ശക്തി പ്രാപിച്ചത്. വീട് തകർന്നതുൾപ്പെടെ അപകടങ്ങളും മേഖലയിലുണ്ടായി. നഗരത്തിൽ വിവിധ റോഡുകൾ വെള്ളത്തിൽ മുങ്ങി, ഗതാഗതം തടസ്സപ്പെട്ടു. ഇത്തവണ മെയ് ആദ്യവാരമാണ് മഴ ലഭിച്ചു തുടങ്ങിയത്. ശ്രീലങ്കൻ തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ് ശക്തമായ മഴയ്ക്ക് കാരണം. 34.2 ഡിഗ്രിയാണ് ഞായറാഴ്ച നഗരത്തിൽ രേഖപ്പെടുത്തിയ താപനില. 38 ഡിഗ്രി വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ താപനില ഉയർന്നിരുന്നു. ഏപ്രിൽ അവസാനം വരെയുള്ള കണക്ക് പ്രകാരം 37% കുറവ് മഴയാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 41.1 മില്ലിലിറ്റർ മഴ ലഭിക്കേണ്ട സംസ്ഥാനത്ത് 25.7 മില്ലിലിറ്റർ മാത്രമാണ് ലഭിച്ചത്. ഈ മാസം അവസാനമോ ജൂൺ ആദ്യമോ മൺസൂൺ എത്തിയേക്കും. ഫെബ്രുവരി അവസാനത്തോടെയാണ് കനത്ത ചൂടിലേക്ക് നീങ്ങിയത്. മാർച്ച് മാസമായതോടെ വീടിനുള്ളിൽ പോലും ചൂട് അസഹനീയമായി. ഗൃഹോപകരണ ഷോറൂമുകളിൽ റെക്കോർഡ് AC വിൽപ്പന നടന്നതും കഴിഞ്ഞ മാസമാണ്. 2.2 ഹെക്ടർ കൃഷിയാണ് വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങിയത്. 1.93 കോടി രൂപയുടെ കൃഷിയാണ് നശിച്ചുപോയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി സ്തോത്ര ത്രിവേണി പാരായണം ശൃംഗേരി ശങ്കരാചാര്യർ വിധുശേഖര ഭാരതി സന്നിധാനത്തിന്റെ സാന്നിധ്യത്തിലാണ് പാരായണം നടന്നത്. ശനേശ്വരി നവഗ്രഹ ക്ഷേത്രമായ കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തളി മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി നടന്ന സ്തോത്ര ത്രിവേണി പാരായണം ഭക്തിസാന്ദ്രമായി. ശൃംഗേരി ജഗദ്ഗുരു ശങ്കരാചാര്യർ വിധുശേഖര ഭാരതി സന്നിധാനത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു സ്തോത്ര ത്രിവേണി പാരായണം. 1000-ലധികം ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ശൃംഗേരി ജഗദ്ഗുരു ശങ്കരാചാര്യർ വിധുശേഖര ഭാരതി സന്നിധാനം അനുഗ്രഹ പ്രഭാഷണം നടത്തി. എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദ വിതരണവും നടന്നു. മഹായജ്ഞത്തിന്റെ ഭാഗമായി ഗുരുവന്ദനം എഴുന്നള്ളത്ത് തളിക്കുളം ചുറ്റി തളി റോഡ് വഴി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. എഴുന്നള്ളത്തിൽ എറണാകുളം ശിവകുമാർ, ചെർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ, ചെമ്പൂക്കാവ് വിജയ് കണ്ണൻ എന്ന ഗജവീരന്മാർ ദേവന്മാരുടെ തിടമ്പേറ്റി.
വൈക്കം ചന്ദ്രനും സംഘവും പഞ്ചവാദ്യത്തിൽ അകമ്പടിയേകി. വൈകിട്ട് ദേവന്മാരുടെ പട്ടണപ്രവേശം നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം നേടിയ വടയക്കണ്ടി നാരായണനെ പരിസ്ഥിതി പയ്യോളി ആദരിച്ചു. ഹരിതപൂർവം എന്ന പരിപാടി നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ PM ഹൈറുന്നീസ ഉദ്ഘാടനം ചെയ്തു. ഹരിതപൂർവം എന്ന പരിപാടി പയ്യോളി ശാന്തി പാലിയേറ്റീവ് ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ PM ഹൈറുന്നീസ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ സേവക് സമാജ് പുരസ്കാര ജേതാവ് നാരായണ മാസ്റ്റർ അധ്യാപനത്തിലും പരിസ്ഥിതി പ്രവർത്തനത്തിലും കൃഷിയോടനുബന്ധമായ എല്ലാ മേഖലകളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് നേടിയിരിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ വടയക്കണ്ടി നാരായണന് ഉപഹാരം സമർപ്പിച്ചു. പൊന്നാട അണിയിച്ചുകൊണ്ട് K. ശശിധരൻ പൊൻ ആദരവും, പുരസ്കാര ജേതാവിനെ കുറിച്ചുള്ള കവിത ആലപിച്ചുകൊണ്ട് സരസ്വതി ബിജു കാവ്യ ആദരവും, പുരസ്കാര ജേതാവിന്റെ ഫോട്ടോ വരച്ചു നൽകിക്കൊണ്ട് NK ശശി ചിത്ര ആദരവും, വൃക്ഷത്തൈ കൈമാറിക്കൊണ്ട് ഹംസ കാട്ടുകണ്ടി വൃക്ഷ ആദരവും, ഗാനം ആലപിച്ചുകൊണ്ട് പ്രദീപ് കണിയാക്കൽ ഗാന ആദരവും നൽകി. പരിസ്ഥിതി പയ്യോളിയുടെ സെക്രട്ടറി വിജയൻ പെരിങ്ങാട് അധ്യക്ഷത വഹിച്ചു. TK കണ്ണൻ, രാജൻ കൊളാവിപ്പാലം, മുസാദിഖ് പയ്യോളി, KP സവിത, ഫസീല നസീർ, രാമദാസൻ കീഴരീക്കര, ഇരിങ്ങൽ അനിൽകുമാർ, അശ്വന്ത് ബട്ടർഫ്ലൈ തുടങ്ങിയവർ സംസാരിച്ചു. തടി, കവുങ്ങിൻപാള തുടങ്ങിയവ കൊണ്ടുള്ള ഉപഹാരങ്ങൾ, കടലാസ് കൊണ്ടുള്ള ബാനർ തുടങ്ങി പൂർണ്ണമായും ജൈവ രീതിയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. വടയക്കണ്ടി നാരായണൻ മറുപടി പ്രസംഗം നടത്തി. പരിസ്ഥിതി രംഗത്തെ മികച്ച സേവനങ്ങൾക്കാണ് നാരായണന് പുരസ്കാരം ലഭിച്ചത്. നേരത്തെ കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം, ദേശീയ അധ്യാപക ഇന്നൊവേഷൻ പുരസ്കാരം, ബാംഗ്ലൂരിലെ പീപ്പിൾസ് പ്ലാനറ്റിന്റെ പ്രകൃതിയുടെ കാവലാൾ പുരസ്കാരം തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. തപസ്യ കലാ സാഹിത്യവേദിയുടെ 50ാം വാർഷികോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടക്കും. മെയ് 15, 16 തീയതികളിൽ ജൂബിലി ഹാളിലെ മഹാകവി അക്കിത്തം നഗറിലാണ് പരിപാടികൾ നടക്കുക. തമിഴ് സാഹിത്യകാരൻ പത്മശ്രീ RN ജോയ് ഡിക്രൂസ് ഉദ്ഘാടനം നിർവഹിക്കും. മുഖ്യാതിഥിയായിട്ട് ബംഗാളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞൻ, നാടോടി സംഗീതജ്ഞൻ, ഫോക്ക് മ്യൂസിഷ്യൻ ഡോക്ടർ സ്വപൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായിട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കും. തപസ്യയുടെ 50ാം വാർഷിക പരിപാടികളുടെ ഭാഗമായ സാംസ്കാരികോത്സവത്തിൽ ചലച്ചിത്ര താരം വിധു ബാല അധ്യക്ഷയാകും. ബംഗാളി സംഗീതജ്ഞനായ ഡോക്ടർ സ്വപൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായുള്ള കാവ്യ വിചാരം പരിപാടിയിൽ കവി പ്രൊഫസർ V. മധുസൂദനൻ നായർക്ക് മഹാകവി അക്കിത്തം പുരസ്കാരം സമർപ്പിക്കും. സാഹിത്യ വിചാരം എന്ന പരിപാടിയിൽ OV വിജയന്റെ സാഹിത്യ ദർശനം എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാർ, OV വിജയന്റെ ഗുരുസാഗരം എന്ന നോവലിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ടെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ബിയോണ്ട് ദ ബ്ലാക്ക് ബോർഡ് ഒരുക്കുന്ന നോവലിന്റെ തത്സമയ ചിത്രാവിഷ്കാരം, വ്യത്യസ്തങ്ങളായ നാടൻ കലാരൂപങ്ങൾ പരിചയപ്പെടുത്തുന്ന കലാഭാരതി, നാടോടി സംഗീതജ്ഞൻ ഡോക്ടർ സ്വപൻ മുഖോപാധ്യായും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന്, VM കൊറാത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള മാധ്യമ വിചാരം, VM കൊറാത്ത് പുരസ്കാര സമർപ്പണം, ചലച്ചിത്ര വിചാരം സെമിനാർ, കാവ്യസായാഹ്നം എന്നീ പരിപാടികളും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ തപസ്യ വർക്കിംഗ് ചെയർമാൻ ഗോപിനാഥ് കോലിയത്ത്, ജനറൽ കൺവീനർ ഡോക്ടർ C. മഹേഷ്, അനൂപ് കുന്നത്ത്, UP സന്തോഷ്, M. ശ്രീഹർഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize, Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%.
Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലയാപ്പറമ്പ് ദേശോദ്ധാരണി ക്രോസ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം നടത്തി. 12ാം വാർഡ് കൗൺസിലർ ഹരീഷ് പൊറ്റങ്ങാടി ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. മലയാപ്പറമ്പ് ദേശോദ്ധാരണി ക്രോസ് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ 15ാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. 12ാം വാർഡ് കൗൺസിലർ ഹരീഷ് പൊറ്റങ്ങാടി ഉദ്ഘാടനം ചെയ്തു. കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുന്നേ ഒന്നും നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത, മനസ്സിൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പത്രങ്ങളിലും സാമൂഹിക മറ്റു മാധ്യമങ്ങളിലുമൊക്കെ നിരന്തര വാർത്തയായിട്ട് നമ്മൾ കേൾക്കുകയാണ്. അതിപ്പോൾ മകൻ അമ്മയെ കഴുത്തുറത്ത് കൊല്ലുന്നു, അച്ഛനെ കൂടി വധിക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല എന്ന് പോലീസിനോട് പറയുന്ന സമയത്ത് പോലും വളരെ നിസ്സംഗമായിട്ട് ഒരു സ്നേഹമോ ഒരു കാരുണ്യമോ പോലും മുഖഭാവത്തിൽ പോലും കാണാതെ അത്രയും നിർവികാരമായിട്ട് പറയുക മാത്രമല്ല, അങ്ങനെ ചെയ്യുകയാണ്. വളരെ റെയറായിട്ടുള്ള കേസുകളായിട്ടല്ല, ഇത് സമൂഹത്തിൽ നിരന്തരം ഒരു തുടർച്ചയായിട്ടുള്ള വാർത്തകളായിട്ട് നമ്മൾ പത്രത്താളുകളിലും വാർത്താ വിശകലനങ്ങളിലുമൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ എവിടെ നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിന് ഒരു അപജയം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിവിധ തലങ്ങളിൽ പ്രശംസനീയമായ നേട്ടങ്ങൾ കൈവരിച്ച അംഗങ്ങൾക്ക് ആദരവ് നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് സുരേശൻ കോട്ടയിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി റീന രഘുത്തമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PS തമ്പി, ശശിധരൻ, പയ്യത്തോട്ടത്തിൽ, കൃഷ്ണാറീഷ്, സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി ധനുഷ്, വൈസ് പ്രസിഡന്റ് അജിത പ്രേംജിത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ഷീബ സദാശിവന്റെ നേതൃത്വത്തിൽ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അത്തോളി NRI ഫോറം UAE-യുടെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള വിതരണം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് അടുത്ത വാർഷിക പദ്ധതിയിൽ കൂടുതൽ തുക നീക്കിവെക്കുമെന്ന് ജയകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. അത്തോളി NRI ഫോറം UAE-യുടെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുമ്പെങ്ങും ഇല്ലാത്ത വിധം കുടിവെള്ള പ്രശ്നമാണ് നമ്മുടെ നാട് നേരിടുന്നത്. ഇത്തരം കാര്യങ്ങൾക്കുള്ള തുക കഴിഞ്ഞ തവണ കുറഞ്ഞുപോയി എന്ന് തിരിച്ചറിഞ്ഞു. അതിനാൽ ആവശ്യമായ കൂടുതൽ തുക ഉൾപ്പെടുത്തും. നമ്മുടെ പ്രദേശത്ത് കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് NRI ഫോറം ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുന്നത് അഭിനന്ദനാർഹമാണ്. പഞ്ചായത്തിന്റെ മറ്റ് സഹായ പദ്ധതിയിലും NRI ഫോറം ഉണ്ടാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇപ്പോൾ ഇന്ധനത്തിന് വേണ്ടിയും ഭാവിയിൽ വെള്ളത്തിന് വേണ്ടിയും യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാകുകയാണെന്നും ജയകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കുടിവെള്ളത്തിന്റെ പ്രശ്നം മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ വളരെ രൂക്ഷമാണ്. ക്ഷാമം ഏതാണ്ട് 25% വീടുകളിൽ ഇപ്പോൾ കുടിവെള്ളമില്ല എന്നുള്ളത് വസ്തുതയാണ്. ജനങ്ങളെ സംബന്ധിച്ചോളം ചില വീടുകൾക്കൊക്കെയുള്ള സഹായം എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോഗ്യരംഗത്ത് മരുന്നിനുള്ള കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ NRI ഫോറം ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്നുകൂടി പ്രതീക്ഷിക്കുകയാണ്. NRI ഫോറം മുൻ പ്രസിഡന്റ് UK ഉസ്മാൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷൻ അനിൽ മാസ്റ്റർ, വാർഡ് മെമ്പർ KK ഷമീർ, സെക്രട്ടറി TK മോഹനൻ, AV ഉല്ലാസ്, KK രാജൻ, ഇസ്മയിൽ പാണക്കാട്, K മനോഹരൻ എന്നിവർ പ്രസംഗിച്ചു. കുടിവെള്ള പ്രശ്നം രൂക്ഷമായ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മുൻഗണന ക്രമത്തിൽ വിതരണം ചെയ്യുമെന്ന് സെക്രട്ടറി TK മോഹനൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അത്തോളി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318-യുടെ ജില്ലാതല വനിതാ കോൺക്ലേവിന് കണ്ണൂർ ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണൽ വേദിയായി.
കണ്ണൂർ മേയർ പി ഇന്ദിര പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത മുഖ്യാതിഥിയായി. വിമൻ ഓൺ വിങ്സ് പ്രസിഡന്റ് ഡോക്ടർ മീതു മനോജ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സന്ധ്യ രാജ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇമേജ് ആൻഡ് എംപവർമെന്റ് ക്യാബിനറ്റ് സെക്രട്ടറി റീജ ഗുപ്ത മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ജയശ്രീ നയിച്ച ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ് എന്ന സെഷനും കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി നേതൃത്വം നൽകിയ വനിതാ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പാനൽ ചർച്ചയും പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളായി. ഡോക്ടർ സുജിത സുധീറിന്റെ നേതൃത്വത്തിൽ പുതിയ വനിതാ അംഗങ്ങളുടെ ഇൻഡക്ഷനും കോൺക്ലേവിൽ നടന്നു. ഡിജി ഇലക്ട് ടൈറ്റസ് തോമസ്, സെക്കൻഡ് വൈസ് ഡിജി ഇലക്ട് വത്സല ഗോപിനാഥ്, വിശോഭ് പനങ്ങാട്, ഡോക്ടർ അനിത ദിലീപ്, അഡ്വക്കേറ്റ് ഡെയ്നി റഹ്സിൽ, ഡോക്ടർ സുജ വിനോദ് എന്നിവരും സംസാരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് 28 കുതിരവട്ടത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞം നടത്തി. 30ാം വാർഡ് കൗൺസിലർ ഇന്ദിരാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിജുന, കൺവീനർ ബാബു മരക്കാട്ട്, വിവേകാനന്ദൻ മാസ്റ്റർ, ഹെൽത്ത് ജീവനക്കാർ, ആശാവർക്കർമാർ, റെസിഡൻസ് അസോസിയേഷനുകളുടെ ഭാരവാഹികൾ, അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ജില്ലയിൽ 2ഇടത്തായി ഉണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. മൂരിയാടും രാമനാട്ടുകരയിലുമാണ് തീപിടുത്തങ്ങൾ ഉണ്ടായത്. കോഴിക്കോട് നഗരത്തിൽ വൻ രാസലഹരി വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 1 കിലോയിലധികം വരുന്ന MDMA ഡാൻസ് ഓഫ് സംഘം പിടികൂടി. തുടർച്ചയായ ദിവസങ്ങളിൽ വേനൽ മഴ പെയ്തതോടെ പൊള്ളലകന്ന ജില്ല. തളി മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി സ്തോത്ര ത്രിവേണി പാരായണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.